കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപകൻ ജോഷിക്ക് പണം തിരികെ നൽകാൻ നിർദ്ദേശം. ദയാഹർജി അപേക്ഷ നൽകിയ ജോഷിയുടെ പേരിലുള്ള 23 ലക്ഷം നൽകാൻ സഹകരണ മന്ത്രി വി എൻ വാസവൻ നിർദ്ദേശം നൽകി. എന്നാൽ വാസവന് മുന്നിൽ വഴങ്ങില്ലെന്ന നിലപാടിൽ തന്നെയാണ് ജോഷി. തന്റെയും കുടുംബാംഗങ്ങളുടെയും പേരിൽ 84 ലക്ഷം രൂപയാണ് കരുവന്നൂർ ബാങ്കിലുള്ളതെന്ന് ജോഷി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. മാപ്രാണം സ്വദേശിയും CPM അനുഭാവിയുമായിരുന്ന ജോഷിയാണ് കരുവന്നൂരിലെ സഹകരണ തട്ടിപ്പിനിരയായത്. 2.5 വർഷമായി തനിക്ക് ലഭിക്കാനുള്ള നിക്ഷേപത്തുക തിരികെ വേണമെന്നാവശ്യപ്പെട്ട് സമരം ചെയ്തു. കരുവന്നൂർ മുതൽ തൃശൂർ വരെ നടപ്പ് സമരവും നടത്തി. സുഹൃത്തുകൂടിയായ മന്ത്രി ആർ ബിന്ദു തന്നെ തിരിഞ്ഞു നോക്കിയില്ലെന്നും ജോഷി വ്യക്തമാക്കിയിരുന്നു. ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയ്ക്ക് പണമില്ലാതായതോടെ ജോഷി ദയാവധത്തിനായി അപേക്ഷ സമർപ്പിച്ചു. സംസ്ഥാന സർക്കാരിനും ചീഫ് ജസ്റ്റിസിനുമാണ് ജനുവരി 30-ാം തീയതി ജീവിതം അവസാനിപ്പിക്കാൻ അനുമതി നൽകണമെന്ന് അപേക്ഷ നൽകിയത്. പിന്നാലെയാണ് മന്ത്രി വി എൻ വാസവൻ ജോഷിക്ക് 23 ലക്ഷം തിരികെ നൽകാനുള്ള നിർദ്ദേശം നൽകുന്നത്. ഇതിനായി ബാങ്ക് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺവീനർ ജോഷിയെ നേരിട്ട് കാണും. എന്നാൽ തനിക്കും കുടുംബത്തിനും ലഭിക്കാനുള്ളത് 84 ലക്ഷം രൂപയാണെന്ന് ജോഷി വ്യക്തമാക്കിയിരുന്നു. താൽക്കാലികമായി തണുപ്പിക്കാനുള്ള സർക്കാരിന്റെ ശ്രമത്തിന് വഴങ്ങില്ല എന്നതാണ് ജോഷിയുടെ നിലപാട്. കുടുംബത്തിന്റെ മൊത്തം പണം തിരിച്ചു തരിക, വിശ്വാസം ആദ്യം വീണ്ടെടുക്കട്ടെ. അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ എനിക്കും കൂടി തോന്നുകയാണെങ്കിൽ കൊടുക്കാം. അല്ലാണ്ട് ഇപ്പം എന്നെ പിടിച്ചു വെക്കണ്ട, എൻ്റെ കുടുംബത്തിൽ ഒരാളും പിടിച്ചു വെക്കണ്ട. എൻ്റെ കുടുംബത്തിന് മൊത്തമായിട്ട് ഈ സിസ്റ്റത്തിന് വിശ്വാസമല്ലേ. അവിടെ ഇരിക്കുന്ന ഈ കുട്ടിച്ചാക്കിൽ കാശ് നിറച്ചു കൊടുത്ത ആളുകളൊന്നും ഇപ്പോഴും മാറിയിട്ടില്ലല്ലോ, അവർ തന്നെയല്ലേ. നിരവധി പേരാണ് കരുവന്നൂരിലെ തട്ടിപ്പിനിരയായി ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നത്. പാർട്ടി നേതൃത്വം ചതിച്ചതാണെന്ന് കാട്ടി CPM അനുഭാവികളും ഇതിനോടകം തന്നെ രംഗത്ത് വന്നിരുന്നു. ജനം, തൃശൂർ.